ഞങ്ങളുടെ മകളെ പോലെയുള്ളവർ കിച്ചണിലേക്ക് കയറുമ്പോൾ അവർക്ക് എന്തൊക്കെ അറിവ് വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ സൂചനയാട്ടോ ഞാൻ പറയണേ. ഇതാണ് മുട്ട പുഴുങ്ങുന്നതിനെ പറ്റിയുള്ള ചെറിയ നുറുങ്ങ് എൻ്റെ കയ്യിലുള്ള അറിവ്. അങ്ങനെയുള്ള സംഗതികൾ ഒരു വെടിക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് സ്റ്റോക്ക് വെക്കണം. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നു, പാല് അല്ലെങ്കിൽ പഞ്ചസാര ഇത് രണ്ടും നമ്മുടെ വീട്ടിലില്ല. അപ്പൊ ചായ കൊടുക്കാനോ കാപ്പി കൊടുക്കാനോ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാനോ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും കാരണവശാൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നാന്നറിയാമോ? കാര്യമുണ്ട്, ഉച്ച കഴിഞ്ഞ് അത് കൊടുക്കാൻ പാടില്ല. ഒരു 11 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് വന്നവർക്ക് അത് പാടില്ല. അപ്പൊ എല്ലാവർക്കും മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നിങ്ങളുമായിട്ട് ചെറിയ കുശലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. എപ്പോഴും നമ്മൾ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ നിങ്ങളോട് സംസാരിച്ച് റെസിപ്പീസ് വേഗം ഓരോന്നും ചെയ്ത് പോവുകയാണ്. ചെറിയ സംസാരങ്ങളൊക്കെ നടത്താറുള്ളൂ. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചായി. അപ്പം ഞാൻ കരുതി ഇന്ന് ഇവിടെ എന്നോട് ചോദിച്ചെന്നാൽ ഡ്രസ്സൊക്കെ മാറി നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വ്യൂവേഴ്സൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞ. അപ്പം ഞാൻ പറഞ്ഞ് മഴക്കാറൊക്കെ വെക്കാനുണ്ട്, മഞ്ഞാണോ എന്നറിയില്ല, എന്നെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് അവരുമായിട്ടൊന്ന് സല്ലപിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറി വന്നതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അപാകത ചിലപ്പോൾ ഡ്രസ്സിങ്ങിലുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ പിടിയുന്ന തീരുമാനം എടുത്തത്. അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിങ്ങളുമായിട്ടൊരു സ്വല്പം സന്തോഷം പങ്കുവെക്കാനായിട്ട് വന്നതാണ്. സന്തോഷമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാനെന്ന് ഉദ്ദേശിച്ച കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്തിനെ പറ്റിയാണ് പറയേണ്ടത്. എൻ്റെ ചെറുപ്പകാലത്തെ പറ്റി കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പം ഞാൻ പറഞ്ഞ അപ്പം ഞാനോർത്തു കുഞ്ഞു ടിപ്പുകൾ പലരും ഈ പാചകം ചെയ്യുന്നതിൻ്റെ സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്. തവേനെ പറ്റി നോൺ സ്റ്റിക്ക് തവ, അയൺ കടായി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റി എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം പലതിനും ഞാൻ ചെറിയ രീതിയിൽ അതിന് മറുപടി കമൻ്റായിട്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ പാചകം ചെയ്യുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു 5-6 ഞാൻ മനസ്സിൽ ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കി വെച്ചു. അല്ല, മനസ്സിലേക്കിടെ ഒന്ന് ഓടിപ്പോയി. ന്യൂജന് വേണ്ടിയാട്ടോ പ്രധാനമായിട്ട് ഇത് പറയണത്. ഈ പഴയ ആൾക്കാർക്ക്, എന്നെപ്പോലെ പ്രായമായവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയണത്. പുതിയ തലമുറ, അതായത് ഞങ്ങളുടെ മകളെ പോലെയുള്ളവർ കിച്ചണിലേക്ക് കയറുമ്പോൾ അവർക്ക് എന്തൊക്കെ അറിവ് വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ സൂചനയാട്ടോ ഞാൻ പറയണേ. നുറുങ്ങു വിദ്യകൾ അതിനുള്ള പേര് എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നെനിക്ക് തോന്നണം. അല്ലെങ്കിൽ നുറുങ്ങ എന്തെങ്കിലും നിങ്ങൾ പേരിട്ടോ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ സമയം വൈകാതെ അതിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുവാന്ന് ഞാൻ കരുതണു. വൈകുന്നേരം ചായയൊക്കെ കഴിഞ്ഞ് കാണും. മണി 5:15 ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞു. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ചായയായിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തെ ഞങ്ങളുടെ ഭക്ഷണം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ മനസ്സിൽ കൂടെ ഓടിപ്പോണ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെപ്പോഴും നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് ഈ മുട്ട പുഴുങ്ങണ കാര്യം. ഈ മുട്ട പുഴുങ്ങണത് ഞാൻ സാധാരണ മുട്ട പുഴുങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് എൻ്റെ വല്യമ്മച്ചി, അതായത് ഗ്രാൻഡ് മദർ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രാൻഡ് മദർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെരുവത്തിൽ ഗ്യാസ് കിട്ടിയതിന് ശേഷമാണെങ്കിൽ ഒരു ചെരുവത്തിൽ വെള്ളം ഒഴിച്ചേച്ച് മുട്ട അതിലേക്കിടും. ഫുൾ മുട്ട ഇട്ടേച്ച് അതിലേക്ക് കുറച്ച് കല്ലുപ്പിടും. കല്ലുപ്പാണ്, അന്ന് പൊടിയുപ്പില്ല, കല്ലുപ്പിടും. അങ്ങനെ ഇട്ടേച്ച് ആ വെള്ളത്തിൻ്റെ മീതെ, അല്ല മുട്ടയുടെ മീതെ വെള്ളം വേണം കേട്ടോ. എന്നാലേ അത് വറ്റുമ്പോഴത്തേക്കും തിളച്ച് കഴിയുമ്പോൾ വറ്റൂലേ വെള്ളം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ആ ചെരുവത്തിൽ കരുതി വെച്ച് അതിലേക്ക് മുട്ട താന്ന് കിടക്കണം. ആ രീതിയിൽ ലെവലിൽ വെള്ളം ഒഴിച്ച് കല്ലുപ്പിട്ട് അമ്മ പുഴുങ്ങും. അപ്പം ഞാൻ ചോദിക്കും എന്തിനാ അമ്മ ഉപ്പെല്ലാം വാരി അതിലേക്ക് ഇടണമെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും ഉപ്പെല്ലാം വാരിയല്ല ഇടണം, ഉപ്പിടണതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ അതെന്നാന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും കല്ലുപ്പിട്ട് മുട്ട പുഴുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോവില്ല, തോട് പൊട്ടിപ്പോവില്ല എന്ന് പറയും. അപ്പം അങ്ങനെ അന്ന് എൻ്റെ മനസ്സിലത് രജിസ്റ്റർ ചെയ്ത് വെച്ചു. അപ്പം ഈ ഗ്യാസും മറ്റുള്ള സൗകര്യങ്ങൾ, ഇൻഡക്ഷനൊന്നും അന്ന് ഇല്ലാട്ടോ. ഗ്യാസൊക്കെ വരുന്നതിന് മുമ്പ് അമ്മ അടുപ്പത്ത് കലത്തിലാണ് വെള്ളം ഒഴിച്ചേച്ച് ഉപ്പിട്ട് ഇതുപോലെ മുട്ട പുഴുങ്ങും. അന്ന് അടുപ്പിൽ വെച്ച് പുഴുങ്ങണ കാലഘട്ടമുണ്ട് ഞങ്ങളുടെ ബാല്യം. അപ്പോൾ അങ്ങനെ ഈ 2 രീതിയിലുള്ള പുഴുങ്ങലിലും കല്ലുപ്പിട്ടാണ് അമ്മ പുഴുങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും മോളെ മീതെ കുറച്ചധികം വെള്ളം വേണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോൾ വെള്ളം വറ്റും. അപ്പോൾ അതനുസരിച്ച് മുട്ട അടിയിൽ കിടന്നാലല്ലേ വെന്തു വരുള്ളൂ. അതിനുശേഷം പിന്നെ വേറൊരു കുഞ്ഞു നുറുങ്ങും കൂടെ ആ കൂടെ ഉണ്ട്. അമ്മ പറയും ഈ നമ്മൾ പുഴുങ്ങിയോന്ന് നമുക്കൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ, പുഴുങ്ങി കിട്ടിയിട്ടില്ല എന്ന് നമുക്കൊരു സംശയം തോന്നുവാണെങ്കിൽ നമ്മൾ വേറൊരു എന്തെങ്കിലും ചെരുവത്തിലോ കപ്പിലോ എന്തിലേക്കെങ്കിലും ഈ മുട്ട പുഴുങ്ങാൻ
എടുത്ത വെള്ളം, തിളച്ച വെള്ളം തന്നെ അങ്ങ് ഒഴിച്ച് വെച്ച് അതിലേക്ക് മുട്ട പിറക്കി അങ്ങ് ഇട്ടേക്കുക. അപ്പോൾ എവിടെയെങ്കിലും പാതകത്തിൽ എന്നിട്ട് മേശപ്പുറത്ത് എവിടെയെങ്കിലും വെച്ചേക്കും. അപ്പോൾ ഈ തിളച്ച വെള്ളമല്ലേ, ആ വെള്ളത്തിലെ ചൂട് കൊണ്ട് വേവ് കുറവുണ്ടെങ്കിൽ ഉണ്ണിയൊക്കെ അതിൽ കിടന്ന് വെന്തോളും. അപ്പം ഈ കല്ലുപ്പിട്ട് പുഴുങ്ങണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടത്തോട് പൊട്ടി മുട്ട പുറത്തേക്ക് വരാതിരിക്കാൻ. ഇപ്പോഴും കുക്കറിൽ ഞാനിങ്ങനെ മുട്ട പുഴുങ്ങണ കാണിക്കുമ്പോൾ ഒത്തിരി നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് എന്നോട് പറയും, മമ്മേ കുക്കറിൽ 2-3 മിനിറ്റ് മതി മുട്ട പുഴുങ്ങാൻ, ചെരുവത്തിൽ സോസ്പാനിൽ നമ്മൾ പുഴുങ്ങില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനെപ്പോഴും ഈ സോസ്പാനിലോ അല്ലെങ്കിൽ ചെരുവത്തിലോ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടേച്ചായിരിക്കും മുട്ട ഇടുമ്പോഴായിരിക്കും ഓർക്കണം, അയ്യോ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുക്കറിൽ പുഴുങ്ങാൻ ഓർമ്മ. പക്ഷേ ഇത് ഓൾറെഡി അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴായിരിക്കും ഓർക്കണം. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ച കാരണം എപ്പോഴും അങ്ങനെ ചെരുവ് എടുത്ത് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടേച്ച് മുട്ട ഇതിലിട്ട് പുഴുങ്ങിയെടുക്കും. അപ്പം അങ്ങനെ ഒരു കാര്യം, മുട്ട പുഴുങ്ങണതിൻ്റെ കാര്യം ഒന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിനെ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, പുതിയ പിള്ളേർ ചോദിക്കാറുണ്ട്. ശരിക്കും എത്ര മിനിറ്റ് എടുക്കും മുട്ട പുഴുങ്ങി? ഒരു 5 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. ഞാൻ അങ്ങനെ നോക്കാറില്ല, മിനിറ്റ് ഞാൻ നോക്കൂല. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് അതിൽ തന്നെ ഞാൻ ഇട്ടേക്കും. പിന്നെ ഞാൻ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം പാത്രമാണെങ്കിൽ പാത്രത്തിന്റെ അകത്ത് ആ തിളച്ച വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ കറക്കും. അലൂമിനിയം പാത്രത്തിൽ വെള്ളം വെച്ചിരുന്ന അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്റ്റീലിന്റെ ചെരുവത്തിലേക്ക് പറഞ്ഞ പോലെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ആ മുട്ട അതിലേക്ക് ഇട്ട് വെച്ചേക്കും. അപ്പം ചൂട് ആറാതെ ഇരിക്കുന്ന സമയം വരെയും അത് അതിനകത്ത് കിടന്ന് വെന്തോളും തിളച്ച വെള്ളത്തിൽ. അങ്ങനെ അതൊരു ടിപ്പ്. പിന്നെ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞ് തൊണ്ട് കളയണ വേറൊരു രീതിയുണ്ട്. അത് അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ അന്ന് ഈ പാതകമല്ല, ഈ മേശയല്ലേ എല്ലായിടത്തും അടുക്കളയിലൊക്കെ, ആ മേശയുടെ സൈഡിലേക്ക് ഇങ്ങനെ അത് മുട്ട കയ്യിലുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ട ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇപ്പം നമുക്ക് പാതകം കൊണ്ട് ഇങ്ങനെ കുനുകുനുകുനൂന്ന് ഇങ്ങനെ മൊത്തം ഇങ്ങനെ തോട് ഇങ്ങനെ ഞെരുക്കം പോലെ കാണിക്കും. മുട്ടും മുട്ട മൊത്തമായിട്ട് ഇങ്ങനെ ഓരോ സൈഡ് നോക്കി. അപ്പം എന്നാന്നറിയുമോ, അത് പൊളിച്ചെടുക്കാൻ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും. ഈ ഓരോ ഭാഗം മുട്ടുമല്ല, മൊത്തം മുട്ട കവർ ചെയ്ത് മുട്ടും. അപ്പം അന്നേരം എന്നാ വെച്ചാൽ പതുപതുന്നായി മുട്ട തോടിങ്ങി പൊളിഞ്ഞു പോരും. പിന്നെ ഞാൻ എപ്പോഴും കത്തി കൊണ്ടാണ് ഒരു മുട്ട 2 ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇന്നാള് ഞങ്ങളുടെ ഒരു സ്ഥിരം കമന്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബറെ പേര് ഞാൻ പറഞ്ഞേക്കാം, ചേച്ചിയാണോ എന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയാം, ലീലാരാജന് പേര് പറയാം. എനിക്ക് തോന്നണ ചേച്ചിയാന്നാ തോന്നുന്നത്. എന്നോട് പറഞ്ഞു, ലീനോ മുട്ട കട്ട് ചെയ്യുമ്പോൾ ടോയിൻ കൊണ്ട് കട്ട് ചെയ്താൽ ഒട്ടും പൊടിയൂല എന്ന്. കറക്റ്റായ കാര്യം അത് അമ്മ അവിടെ നൂല് കൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് ഈ കട്ടിയുള്ള നൂല് വേണം. ഞാൻ എന്നാന്നറിയാമോ, അത് വേണമെങ്കിൽ എടുക്കാൻ പോകണമെങ്കിൽ പിന്നെ ബെഡ്റൂമിലെ ഷെൽഫിൽ പോകണം. ടോയിനായിട്ട് ഇവിടെ ഇരിപ്പില്ല. ഈ തയ്ക്കുന്ന കുഞ്ഞു നൂലുകൾ, അത് ഈ കനം കുറഞ്ഞ നൂലാകുമ്പോൾ പിന്നെ അത് 2-3 ഇഴയായിട്ടൊക്കെ പിരിച്ചിങ്ങനെ നല്ല തിക്നെസ് ആയിട്ട് വെക്കണം. ഞാൻ ഒരു ദിവസം ആ നൂല് കുറച്ച് 2-3 മടക്കായിട്ട് മടക്കി ഇച്ചിരി ചോറുമ്പശയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്ത് സ്റ്റിഫാക്കി വെച്ച് ഒരു ദിവസം ഞാൻ അങ്ങനെ ടോയിൻ കൊണ്ട് കട്ട് ചെയ്യണ കാണിക്കാം. ഞങ്ങളുടെ വല്യമ്മച്ചി അമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു അവിടെ. അമ്മയ്ക്ക് എങ്ങനെയാ ടിപ്പ് കിട്ടിയെന്ന് വെച്ചാൽ, അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോ കൊള്ളിനാലെ കുഞ്ഞുമ്മായി, അതായത് അമ്മയുടെ നാത്തൂൻ അനുവാന്റിയുടെ അമ്മച്ചി, അമ്മ ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, അമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശോശാമ്മ ഇങ്ങനെ ചെയ്യണ കണ്ട് അപ്പം നമുക്ക് നൂലും കൊണ്ട് അങ്ങനെ വലിക്കാന്ന് പറഞ്ഞ് വലിച്ച ആ പ്രായത്തിൽ അമ്മ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഈ കമന്റ് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ആ കാര്യം ഓർത്തു. എത്ര വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഈ കമന്റ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ടോ ആ കാര്യം പെട്ടെന്ന് ഓർത്തു. ഞാൻ ഒരു ദിവസം എന്തായാലും ഒരു ടോയിൻ ഉണ്ടാക്കാൻ ഞാൻ അതിന് വേണ്ടി എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അമ്മ കട്ട് ചെയ്യണം, നല്ല രസമായിരുന്നു അത് കാണാൻ. അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ മുട്ട ഇങ്ങനെ പുഴുങ്ങി വെച്ച് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് വയ്ക്കും, സ്റ്റീൽ പ്ലേറ്റിൽ. എന്നിട്ട് ഇങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അങ്ങനെ കട്ട് ചെയ്താൽ ഒട്ടും പൊടിയൂല. പിന്നെ കത്തി കൊണ്ട് സൂക്ഷിച്ച് ചെയ്താലും അങ്ങനെ പൊടിയാതെ കിട്ടൂട്ടോ. അല്ല, ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പഴയ കാലത്ത് ഒരുപാട് നുറുങ്ങുകൾ അതിനെപ്പറ്റി ഉണ്ട്. അപ്പം ഇപ്പോഴും എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട പുഴുങ്ങാൻ കുക്കറിൽ പുഴുങ്ങാൻ തോന്നൂല. എനിക്കത് പുഴുങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഏതായാലും ഒരു ദിവസം നമുക്ക് പുഴുങ്ങാട്ടോ. കാരണം എന്നോട് വ്യൂവേഴ്സ് പറയുമ്പോൾ ഞാനതൊന്ന് ചെയ്ത് കാണിക്കണ്ടേ. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളാരും പറഞ്ഞത് നിരസിച്ചതല്ല. ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം അങ്ങനെ പുഴുങ്ങാം കേട്ടോ. ഇതാണ് മുട്ട പുഴുങ്ങുന്നതിനെ പറ്റിയുള്ള ചെറിയ നുറുങ്ങ് എൻ്റെ കയ്യിലുള്ള അറിവ്. ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അറിവുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നാൽ എനിക്ക് സന്തോഷമായിരിക്കും. അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാലോ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം ചോദിക്കാൻ പോണ എന്താണെന്നറിയോ? പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നു.
അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ വരുമ്പോ തന്നെ? ആ സമയമാണെങ്കിൽ ആ കൊടുക്കണം തീർച്ചയായും. ആദ്യം വെൽക്കം ഡ്രിങ്ക് ആണ് കൊടുക്കുക, അതിനുശേഷമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനായിട്ട് സാധാരണ ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കും, അത് സർവ്വസാധാരണയാണ്. പക്ഷെ ഇതിനൊക്കെ കോമൺ ആയിട്ട് വേണ്ട ഒരു ഐറ്റം ഉണ്ട്, പാല് അല്ലെങ്കിൽ പഞ്ചസാര. ഇത് രണ്ടും നമ്മുടെ വീട്ടിലില്ല. അപ്പൊ ചായ കൊടുക്കാനോ കാപ്പി കൊടുക്കാനോ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാനോ പറ്റില്ല. ഇത് രണ്ടും ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഞാനൊരു ചോദ്യത്തിന് മറുപടി നേരെ ഉത്തരാണ് തരാം. ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് പാല് ചില സിറ്റുവേഷനിൽ നമ്മുടെ വീട്ടിൽ ഇല്ലാതെ വരാം. ഇവിടെ കവർ പാല് മേടിച്ച് വെക്കുന്നതുകൊണ്ട് എപ്പോഴും പാലുണ്ടാകും കേട്ടോ. ഫ്രീസറിൽ എപ്പോഴും എക്സ്ട്രാ ഒരു പാക്കറ്റ് എപ്പോഴും ഫ്രീസറിൽ ഉണ്ടാവും പാല്. പിന്നെ പഞ്ചസാരയും ചായപ്പൊടിയും നമ്മുടെ വീട്ടിൽ ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് പാല് ചിലപ്പം ഇല്ല എന്ന് വന്നാൽ പോലും തേയില, പഞ്ചസാരയും ചായപ്പൊടി ഇല്ലാതിരിക്കുന്ന വീട്ടമ്മേനെ സംബന്ധിച്ച് എന്നെ വളർത്തിയ എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇങ്ങനെയുള്ള സംഗതികൾ അരി ഉൾപ്പെടെ എല്ലാ സംഗതികളും നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വേണം. അമ്മ എപ്പോഴും ഈ ആട്ടമ്പഴേ വെളിച്ചെണ്ണ പഞ്ചസാരയും ചായപ്പൊടിയും മേടിച്ചുകൊണ്ട് വരുമ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയും പിന്നെ വേറെ ഏതാണ്ടൊരു കൂട്ടം കൂടെ ഉണ്ട്, ആ തീപ്പെട്ടി. അന്ന് ഈ തീപ്പെട്ടിയും കണ്ടല്ലേ, ലൈറ്റർ ഒന്നും അല്ല, പിന്നെ അടുപ്പിലാ കൂടുതൽ കത്തിക്കുന്നത്. തീപ്പെട്ടി ഉൾപ്പെടെ അമ്മ സൂക്ഷിച്ച് അരിപ്പെട്ടിയിൽ വെക്കും. തീപ്പെട്ടി പൊതിഞ്ഞാ അമ്മ ഇങ്ങനെ പഴം തുണിയിൽ പൊതിഞ്ഞാ സൂക്ഷിക്കുന്നത്, തണുത്തു പോവാതെ. അപ്പൊ അന്ന് മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറയും, മോളെ നമുക്ക് മറ്റു സംഗതികൾ സൂക്ഷിച്ചില്ലെങ്കിലും ചോറിനാളിലെ അരിയും നെല്ല് പുഴുങ്ങി അന്നെടുക്കണം, പാടത്ത് കൃഷിയുള്ളതുകൊണ്ട്. അപ്പൊ അത് അരിപ്പെട്ടി കാണും. പിന്നെ നമ്മുടെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ നമ്മൾ മേടിക്കുക, അത് എപ്പോഴും ഒരു കുഞ്ഞു ഡപ്പയിലായിരിക്കും അമ്മ സൂക്ഷിച്ച് അരിപ്പെട്ടിക്കകത്താ വെക്കണം. അന്നത്തെ കാലഘട്ടം അവര് 2 ജനറേഷൻ മുമ്പുള്ളവരെ സ്വന്തം അമ്മയല്ലേ ഗ്രാൻഡ് മദർ. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ തേയിലയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അന്നും കാപ്പിപ്പൊടി ഞങ്ങളുടെ വീട്ടില് രാവിലെ കാപ്പിപ്പൊടി ഉണ്ടാവും. അത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് സ്റ്റോക്ക് വെക്കണം. ഇനി ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കാരണവശാൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നാന്നറിയാമോ? വേനൽക്കാലത്തും ഉച്ചസമയത്തും അവര് വന്നേന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് തൈരൊക്കെ ഉണ്ടാവും. എല്ലാ വീടുകളിലും മോരും തൈരും ഉണ്ടാവും. അപ്പൊ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് ചങ്ങ നേർപ്പിച്ച് ഇച്ചിരി ചുമന്നുള്ളിയും ഇച്ചിരി ഇഞ്ചിയും ഒന്ന് ചതച്ചേച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുക, എന്നിട്ട് സംഭാരം കൊടുക്കുക. റെഡി മണി കിട്ടില്ല സാധന. ഒരു കാര്യമുണ്ട്, ഉച്ച കഴിഞ്ഞ് അത് കൊടുക്കാൻ പാടില്ല. ഒരു 11 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് വന്നവർക്ക് അത് പാടില്ല. ഉച്ച കഴിഞ്ഞ് സംഭാരം കുടിക്കാൻ ആരും താല്പര്യം ഉണ്ടാവൂല. അത് ചെയ്യാം. പിന്നെ വേറൊരു സംഗതി ചെയ്യാം. നമ്മളാണെങ്കിലും ഇപ്പൊ ഈ പൈനാപ്പിളൊക്കെ കൊണ്ടുവരില്ലേ, തിരുമുറയിൽ നിന്ന് കൊണ്ടുവരും, നമ്മളിവിടെ മേടിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ചിലപ്പോ തിന്നു കഴിയുമ്പോ അധികം ഇത്തവണ തിരുമുറയിൽ നിന്ന് ഒരുപാട് കൊണ്ടുവന്നത് കാരണം നമ്മൾ പൾപ്പെടുത്ത് ശേഖരിക്കൂലേ. അങ്ങനെ സീസണില് മാങ്ങയോ പൈനാപ്പിൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിന്റെ പൾപ്പ് എടുത്ത് ശേഖരിക്കുന്നവരാണെങ്കിൽ അത് കുറച്ചെടുത്ത് വെച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ച് ജ്യൂസ് ആക്കി കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണു, പഞ്ചസാരയും ചായപ്പൊടി ഇല്ലാതെ ഒരു വീട്ടിലൊരു വീട്ടമ്മയും അരി, പഞ്ചസാര, ചായപ്പൊടി, വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സംഗതികൾ, എമർജൻസി ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടില്, അങ്ങനെയുള്ള സംഗതികള് ഒരു വെടിക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. പിന്നെ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചിൽഡ് ലെമൺ ടീ ഒക്കെ കൊടുക്കാം. അതൊക്കെ ഇല്ല, ലെമൺ ടീ എന്ന് പറഞ്ഞില്ലേ, അപ്പ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കൊടുക്കാം. പക്ഷെ അത് ന്യൂജൻ, ഒരു പടി പുറകിലാണ്. സംബന്ധിച്ച് അങ്ങനെയല്ല. ആദ്യം പറഞ്ഞാണ് ഫസ്റ്റ് പോയിന്റ്, ഇല്ലാതിരിക്കാൻ പാടില്ല. ഇൻകേസ് ഇല്ലാതെ വന്നാൽ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യണം. അപ്പൊ അതാണ് എന്റെ അറിവ്. നിങ്ങൾക്കുള്ള അറിവുകൾ നിങ്ങൾ പറയുക. പിന്നെ ഇല്ലേ, കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. ഞാനത് ഓർത്തു, കഞ്ഞിവെള്ളം വെച്ച് എന്തെങ്കിലും ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കാം, ചൂട് കഞ്ഞിവെള്ളം ഉപ്പിട്ട്. മമ്മി എപ്പോഴും റൈസ് സൂപ്പ് എന്ന് പറയും. മമ്മി കഞ്ഞിവെള്ളം പിടിക്കുമ്പോ വല്യമ്മച്ചി എന്നാന്ന് റൈസ് സൂപ്പ്, കറക്റ്റ് പേര്. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ഇടിയപ്പം ഉണ്ടാക്കൽ അപാരത. നമ്മയുടെ കിച്ചണിൽ ഒരുങ്ങുന്നത് ഇടിയപ്പം വിത്ത് എഗ് സ്റ്റൂ, തേങ്ങാപ്പാലല്ല. എന്ത് വേണേലും ചെയ്തു. ഇച്ചിരി എണ്ണ തുള്ളില്ലായിരുന്നു വിട്ടുപോരാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി ഞാൻ ഈ കൈ കഴുകണില്ല, ഈ
മാവെടുത്ത് കൈ കൊണ്ട് തന്നെ ഇതങ്ങ് തൂക്കുക. മതി, കുഴപ്പമില്ല. മാവെടുത്ത് കഴിയാം. ഇനി അത് കഴിയാ പിന്നെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും. അത്ര പിടുത്തല്ല അങ്ങനത്തെ പണിത്തരങ്ങളൊന്നും. അതെ, നമുക്ക് ഇതിലേക്ക് ആക്കാം. ഇതിലേക്ക് ആക്കിയാലും ഇച്ചിരി മാവ് ബാക്കിയുണ്ട്, ഒരു കട്ടും കൂടെ വെക്കേണ്ടി വരും മിക്കവാറും. അത്രയ്ക്കുള്ള ഉണ്ടാവുമോ? ഉണ്ടാവും. ചായ കുടിച്ച കപ്പ ഞാൻ ചെയ്തോണ്ടു. പല പരിപാടി ഇതിന്റെ ഇടയ്ക്ക് നടക്കും. മൾട്ടി ടാസ്കർ. ചായ കുടിക്കുക, ഇടിയപ്പം ഞെക്കുക, ഇടിയപ്പം എടുക്കുക. ഒറ്റക്കാല് വെന്തിട്ടുണ്ടാവും മിക്കവാറും. നോക്കട്ടെ കേട്ടോ. ഇനി നിന്റെ ഇഷ്ടത്തിനുള്ള പ്ലേറ്റിലേക്ക് ഒരെണ്ണം ഫുള്ള്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. അതാകുമ്പോ ഈ 2-3 കുഞ്ഞു 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 സാധനങ്ങൾ കഴിക്കണ്ടല്ലോ. ആഹാ, അടിപൊളി. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ. അത് പറഞ്ഞതാ കേട്ടോ. ഇനി അത് ആ ഒരു കിണ്ണങ്ങി എടുക്കട്ടെ കേട്ടോ. അതിലേക്ക് ഇങ്ങനെ എടുക്കാനുണ്ട്. അതിലേക്കും കൂടി ഉണ്ടല്ലേ. ഇതിൽ ഒന്ന് എണ്ണ തടവിയത് കൊണ്ട് ഞാൻ എണ്ണ വെക്കണില്ല. ഞാൻ വെച്ചാൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. മൂന്നെണ്ണവും നട്ടു. മറ്റതിന്റെ ഇതിട്ടില്ലല്ലോ. ചാണകം ഇട്ടോ? ചാണകം ഇട്ടിട്ടുണ്ട്. മൂന്നും റെഡിയായി. ഇവിടെ നല്ല വെയിലടിക്കുന്ന സ്ഥലം. നാരകം വെട്ടിക്കളഞ്ഞോ? അത് പൂട്ടിട്ടും ഉണ്ടാവണില്ല. പക്ഷെ പൂട്ടിട്ടും ഉണ്ടാവണില്ലല്ലോ, അതാണ് കുഴപ്പം. ഇത് വലിയ കപ്പളം. ഇത് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പടം, വലിയ കപ്പളത്തിന്റെ പടം നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും അല്ലേ? പൂട്ടു ഇനി ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇന്ന് ചുമ്മാ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ് കേട്ടോ. അമ്മ ചുമ്മാ കുറച്ച് വിശേഷമൊക്കെ പറയണ വീഡിയോ വേണമെന്ന് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് അറിവുകളും ചില ഫണ്ണി ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വർത്തമാന വ്ളോഗ് ആക്കാമെന്ന് കരുതി. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ പറയണേ. അപ്പോൾ ഇന്നും 3-4 കണ്ടൻറ്റൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഡേ ആയിരുന്നു. ഇത്രയും ഷൂട്ട് ചെയ്താലും നമ്മൾ അന്നത്തെ ദിവസം വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം ഷൂട്ട് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അത് മാനേജ് ചെയ്യാറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1:30-ക്കാണ് നമ്മൾ മെയിൻ വീഡിയോ ഇടാറ്. അപ്പോൾ ഷൂട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഇത്തിരി ഒന്ന് ഡിലേ ആകും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അന്നത്തെ ദിവസങ്ങളിൽ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സമയമായിട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോണതിന് മുമ്പ് അമ്മ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കണതാണ്. അപ്പോൾ അപ്പയും അമ്മയും ഒരു ഫോണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.